നിക്കടാ, കല്ലാണ് എന്റെ കയ്യില്, ഞാനറിയൂ. തനിക്കെന്താ മര്യാദക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലേ? ഈ റൂട്ട് കൂടി ഫസ്റ്റ് ടൈം ആണോ? തനിക്കറിയില്ലേ ഇത് യാത്രക്കാർ നടക്കുന്ന സ്ഥലമാണെന്ന്? ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മേത്തൊന്നും ഇങ്ങനെ ചളി തെറിക്കത്തില്ല. ഇത് നോക്കൂ, എൻ്റെ മേത്ത് ഫുള്ള് ചളിയായി. ഞാനാണെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആയാൽ ഞാനിപ്പോൾ എന്താ വേണ്ടത്? ഒരു കാര്യം ചെയ്യും, ദേ ആ ഷോപ്പില്ലേ, അവിടെ നിന്ന് ഞാൻ എപ്പോഴും ഡ്രസ്സ് വാങ്ങാനുള്ളത്. അവിടെ 200 രൂപക്കൊക്കെ നല്ല ടോപ്പ് കിട്ടും. ഇതാ പെട്ടെന്ന് പോയിട്ട് എനിക്ക് ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടും വാ. അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം, അത് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കോളാം. അല്ലെങ്കിൽ തന്നെ ഇവിടെ ജോലി ഇല്ലാതെ മനുഷ്യൻ കഷ്ടപ്പെടുക. എത്ര പഠിച്ചിട്ടും എന്താ കാര്യം, ഒരു ജോലി കിട്ടണ്ടേ? ശരി, ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ഇതെനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് എൻ്റെ പപ്പയുടെ ഫ്രണ്ടാണ് ഈ കമ്പനിയിൽ വന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യുക, അയാൾ പറഞ്ഞോളാം ജോലി എന്തായാലും കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വാക്ക് തന്നത്. സോ നല്ല രീതിയിൽ തന്നെ പോകണം. ഈ ചളിയും കൊണ്ടൊക്കെ കൊണ്ട് ഞാൻ പോയിട്ടുണ്ടെങ്കിലേ എന്നെ ആരും അവിടെ കെയർ ചെയ്യില്ല. അയ്യടാ, താനേ വലിയ ഇംഗ്ലീഷുകാരനായിരിക്കാം, നല്ല പൈസക്കാരനായിരിക്കാം, അതൊന്നും ഈ കാലത്തിലെ വീണില്ല. ഞാനേ അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളല്ല. എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ തനിക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്കൊരു ടോപ്പ് വാങ്ങിയിട്ട് ആ പോയിക്കോ. താൻ ഒറ്റൊരാളുടെ വണ്ടി കാരണം എൻ്റെ ടോപ്പിൽ ഇപ്പോൾ ചളിയായത്. ഇതിന് താനൊരു പരിഹാരം തന്നില്ലെങ്കിൽ ഞാൻ ഈ വണ്ടിയുടെ ചില്ല അടിച്ചു പൊട്ടിക്കും. എൻ്റെ കയ്യിൽ കരിങ്കല്ല ഉള്ളത്. ഇത് 1000 രൂപയുണ്ട്. താൻ 200 ചോദിച്ചിട്ട് ഞാൻ 1000 തന്നത് എൻ്റെ മാന്യത. ആൻഡ് ഓക്കെ, ഇതെൻ്റെ തെറ്റായിരിക്കും. കാരണം ഞാൻ ഈ റൂട്ടിൽ ഫസ്റ്റ് ടൈമാണ്. എൻ്റെ പപ്പയുടെ കമ്പനിയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ അയാൾ എന്നെ നോക്കാൻ ഏൽപ്പിച്ചു. സോ ഐ നീഡ് ടു കെയർ. അപ്പോൾ ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെ. എനിക്ക് കുറച്ച് നേരത്തെ എൻ്റെ കമ്പനിയിലെത്തണം. ആൻഡ് ഞാൻ കാരണം ഇനിയും എന്തെങ്കിലും പ്രശ്നം തനിക്ക് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ ടെൽ മീ, ഐ വിൽ സോൾവ് ഇറ്റ്. കാര്യം ഞാനൊരു പാവപ്പെട്ട ആളുടെ മോളാണെങ്കിലും എനിക്ക് തൻ്റെ പൈസ വേണ്ട. ഞാൻ ഇങ്ങനെ അങ്ങ് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് 200 റുപ്പീസ്. എൻ്റെ ഈ ഡ്രസ്സിന് പകരം വേറെ ഡ്രസ്സുമായിട്ട് അർജൻറ്റായിട്ട് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അത് കിട്ടിയില്ലെങ്കിൽ എനിക്കിത് ജീവിക്കാനേ താല്പര്യമില്ല. സോ എനിക്ക് ബാക്കി 800 വേണ്ട, അതങ്ങ് ഞാൻ തന്നേക്കാം. ഞാനേ അത്ര പിച്ചക്കാരിയൊന്നുമല്ല, കേട്ടല്ലോ. What the fuck is your problem? നിഹാര, എന്താ എന്താ ഇവിടെ ഒരു പ്രശ്നം? കുറേ നേരം ഞാൻ ശ്രദ്ധിക്കുന്നു. ഇയാൾ നിന്നെ എന്തെങ്കിലും ചെയ്തോ? ഇയാൾക്ക് അമ്മ ബംഗളൊന്ന് തിരിച്ചറിയാത്ത പ്രായം തോന്നുന്നു. ഇംഗ്ലീഷിൽ എന്നെ എന്തോ വില കൂടിയ തെറി വിളിച്ചടി. എനിക്ക് നല്ല പോലെ കൊണ്ടു കേട്ടോ. ഞാനേ എൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരിക. നീയും ആ കമ്പനിയിലല്ലേ ജോലി ചെയ്യുന്നത്? ഇവനെപ്പോലുള്ള ആൾക്കാരൊക്കെ ഈ ലോകത്ത് ഇപ്പോഴും ഉണ്ടോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എടോ, തനിക്കൊക്കെ ഇംഗ്ലീഷ് അറിയിക്കാതെ തൻ്റെ വായിനുള്ളിൽ കയറ്റി വെച്ചാൽ മതി. എൻ്റെ അടുത്തത്തിലാണ് അതെടുത്തത്. ഇവൻ കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ ഇൻ്റർവ്യൂ ലാഗ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കും. താൻ ഇവളെ എന്തോ തെറി വിളിച്ചെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. ഡോ, തനിക്കെന്താ? തനിക്ക് കണ്ടാൽ തിരിയില്ലേ? തനിക്കെന്താ അമ്മയും പകളൊന്നുമില്ലേ? ശരി, പോയിക്കോ. താൻ എവിടെ പോകണ്ടേ വെച്ചാൽ പോയിക്കോ. എൻ്റെ ഫ്രണ്ടിന് നഷ്ടപരിഹാരം കൊടുത്തിട്ട് താൻ പോയാൽ മതി. അതിന് 2000 ആയാലോ 3000 ആയാലോ അതൊന്നും തികയത്തില്ല. ഒരു ഡ്രസ്സിന് തന്നെ 5000 രൂപയുണ്ട് ഇപ്പോൾ. അതറിയില്ല തനിക്ക്? ഗ്യാസിന് തന്നെ ഇപ്പോൾ വില കൂടി, അപ്പോഴേ ഡ്രസ്സിന് വില കൂടാണ്ട്. ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്യുന്ന നല്ല ബ്രാൻഡഡുള്ള ഡ്രസ്സാണ്. ഒരു മാസം തന്നെ ഞങ്ങളുടെ വീട്ടിൽ ലക്ഷങ്ങളാണ് ചിലവാകുന്നത് ഞങ്ങൾക്ക് രണ്ടാക്കും വേണ്ടിയിട്ട്. എന്നിട്ട് ഈ കുട്ടി 200 രൂപയാണല്ലോ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിയത്. ഓ, അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും ചീപ്പായിട്ടുള്ള ഡ്രസ്സസാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്? വടവ്, എനിക്ക് എൻ്റെ കാര്യം നോക്കി പോകണം. നിങ്ങളെപ്പോലെയുള്ള ഈ ഒരു പിച്ചക്കാരികളെ പോലെയുള്ള പെണ്ണുകളുടെ കൂടെ സംസാരിച്ച് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ചെയ്തത് നഷ്ടപരിഹാരം ഞാൻ അവൾക്ക് കൊടുത്തു. അത് അവൾ പറഞ്ഞു തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി തൻ്റെ വായത്തത് കൂടി കേൾക്കാൻ ഞാൻ തൻ്റെ കുഞ്ഞമ്മയുടെ മോനൊന്നുമല്ലല്ലോ. ഓക്കെ, ശരി, കുറച്ച് കൂടിപ്പോയി. എന്തായാലും എന്താ സ്റ്റാൻഡേർഡ് വേണ്ട. ശരി, താൻ പൊക്കോ. ഞങ്ങളുടെ ഈ ഡ്രസ്സിൻ്റെയും കാര്യത്തിൻ്റെ ഒക്കെയാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ തന്നെ പട്ടിയെ പോലെ അടിച്ചു കൊല്ലും. അതിനെ കാട്ടി നല്ലത് താൻ പോകുന്നതാ. ഇവളെ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പം ഇൻ്റർവ്യൂവിന് വരുന്നത്. ആൻഡ് ഞങ്ങളവിടെ അത്യാവശ്യം നല്ല ഫെയിമുള്ള ആൾക്കാരാണ്. ആൻഡ് അത് പോരാഞ്ഞിട്ട് അവിടെ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന എല്ലാവരും ഉണ്ട്. ആ കമ്പനിയുടെ അടിവേര് തന്നെ ഞാനാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവൾ വന്നാൽ ഇവളെയും കൂടി ഞാൻ ആ ഒരു ലിസ്റ്റിൽ ഞാൻ ചേർക്കും. കാരണം ഇവളുടെ പെർഫോമൻസും എന്നെക്കാളും ബെറ്റർ ഞാനാക്കും. ആൻഡ് നിങ്ങൾക്കൊരു കാര്യം അറിയോ, അവിടെ ഒരു മുതലാളി ഉണ്ടായില്ലേ, അയാൾ സൈൻ ചെയ്യുന്നില്ല പറഞ്ഞത്. അയാളുടെ മെയിൻ അയാളുടെ
പേഴ്സണൽ കാര്യങ്ങൾ വരെ നോക്കിയിരുന്നത് ഞാനാണ്. അതിൻ്റെ അഹങ്കാരമൊന്നും എനിക്കില്ല. ബട്ട് എന്താ പറയുക, ഹാപ്പിയാണ്. കാരണം ഇത്ര വലിയ കമ്പനിയിൽ ഒരു കമ്പനിയുടെ അടിവേരായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എല്ലാ കെയറും അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു വരുന്നൊക്കെ കേട്ടിട്ടുണ്ട്. വാട്ടവൾ ആര് വന്നാലും എന്താ, നമ്മുടെ തട്ട് അവിടെ തന്നെ ഇരിക്കും. മാഡം, കമ്പനിയുടെ പേരൊന്ന് പറയാമോ? JV സ്പേസ്, ജെയിംസ് വില്യം സ്പേസ്. ആളെ മാറിയെന്നല്ല കേട്ടത്, വേറെ ആരുമല്ല, നമ്മുടെ ബോസിൻ്റെ മകനാണ്. കുഴപ്പമൊന്നുമില്ല, എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ പറ്റി ബോസ് പറയാതിരിക്കത്തില്ല. പിന്നെ ഞാൻ പ്രത്യേകം റെക്കമെൻഡ് ചെയ്തതുകൊണ്ട് ബോസ് എന്തായാലും നിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാകും. അത് പോരാഞ്ഞിട്ട് ബോസും പിന്നെ നിൻ്റെ പപ്പയായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല. ആൻഡ് നിനക്ക് നല്ല പോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പോയിക്കോ കേട്ടോ. നല്ല പേടിയുണ്ടടി, ഇതും കൂടി കിട്ടിയില്ലെങ്കിൽ കുടുംബത്തിൽ ആകെയുള്ളൊരു പ്രതീക്ഷ പോകുന്നേ. സാരമില്ല, ഞാൻ ശ്രമിച്ചോളാം. താങ്ക് യു. നിനക്ക് കിട്ടും, ഞാനല്ലേ പറയുന്നത്. നമ്മുടെ ബോസ് നല്ല കൈൻഡാണെങ്കിൽ ബോസിൻ്റെ കുട്ടിയും നല്ല കൈൻഡായിരിക്കും. മേ ഐ കമിങ് സാർ? വെൽക്കം, നിഹാര അല്ലേ? നിങ്ങളായിരുന്നോ വില്യം സാറിൻ്റെ മോൻ? റിയലി സോറി, ഞാൻ അത് അറിയാതെ. ഞാൻ 200 രൂപ തിരിച്ചു തന്നോളാം. ഒന്നും നിങ്ങൾ കണ്ട ഭാവം നടിക്കരുത് പ്ലീസ്. എനിക്ക് ഇതും കൂടി കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും മരിക്കുന്ന പോലെ ഫീൽ ആകും ഞാൻ. ഇത് കണ്ടിട്ടാ തനിക്ക് ഞാൻ ജോലി തരേണ്ടത്? തനിക്ക് പഞ്ച്വാലിറ്റി എന്താണെന്നറിയോ? ഓക്കെ, അത് പോട്ടെ. തനിക്ക് എങ്ങനെ ആരോടും നല്ലോണം ബിഹേവ് ചെയ്യേണ്ടെന്നറിയോ? ഇല്ല, ഇങ്ങനെയുള്ള തന്നെ എൻ്റെ കമ്പനിയിൽ എടുത്തിട്ട് എനിക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത്? വൈകാതെ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ, അതെ, ആ തള്ളി മറിക്കുന്ന ഒരുത്തി, അവളെയും കൂടി ഇവിടുന്ന് പുറത്താക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ രണ്ടുപേരുമാണ് കമ്പനിയിൽ ആവശ്യമില്ലാത്ത ക്യാരക്ടർ. ഇനിയിപ്പം നിന്നെ ഞാൻ ഈ കമ്പനിയിൽ വെക്കണമെങ്കിൽ തന്നെ എനിക്ക് എന്ത് ഗുണമുള്ളത്? ശരി, നിനക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്, ബട്ട് നിനക്ക് പഞ്ച്വാലിറ്റി ഇല്ല. ഒരാളോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് അറിയത്തില്ല. കാണുന്ന എല്ലാവരോടും വായിട്ടലച്ച് അവർ അറിയാതെ ചെയ്തതിന് പോലും ഇങ്ങനെയൊക്കെ പൈസ വാങ്ങി നാണം കെടുത്തേണ്ട ആവശ്യമില്ല. കൂടാത്തതിന് ആൾക്കാരെ അറിയിച്ചിട്ട് അവരുടെ വായതും കൂടി എന്തിനാ വെറുതെ? എൻ്റെ ടൈം, എൻ്റെ മോർണിംഗ് ഹവേഴ്സ് നിനക്കൊരു കാര്യം അറിയും. എൻ്റെ ഒരു ഡേ മൊത്തം പോകണമെങ്കിൽ മോർണിംഗിൽ എന്ത് നടന്നു എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ രണ്ടുപേരും കാരണം ഇന്നത്തെ ദിവസം തന്നെ പോയി. സോ എനിക്ക് നിന്നെ ഈ കമ്പനിയിൽ എടുക്കാൻ താല്പര്യമില്ല. ഓൾസോ നിൻ്റെ ഫ്രണ്ടിനോട് ഇവിടെ വരാൻ പറ ഇപ്പോൾ തന്നെ. വേണ്ട, ഞാൻ എൻ്റെ PA അറിയിക്കാം. ഓക്കെ, നീ ഇവിടെ നിൽക്കും. ക്ലാര, നിന്നെ ബോസ് വിളിക്കുന്നു. ആ, പോക്കോളാം. ക്ലാര മാത്യു കമ്പനിയുടെ അടിവേരാണല്ലോ. എന്തിനാ വെറുതെ ഈ മനുഷ്യന്മാരൊക്കെ നമ്മളെ വെറുതെ ചിരിപ്പിക്കുന്നത്? താനേ ജോലി ഇവിടെ വെച്ച് നിർത്തിക്കോ. ആൻഡ് തൻ്റെ ഫ്രണ്ടിനും ഈ ജോലി കിട്ടുന്നതുമല്ല. ഓക്കെ, രണ്ടുപേർക്കും ഇപ്പോൾ തന്നെ വീട്ടിൽ പോവാം. ജെയിംസ്, അങ്ങനെ പറ്റത്തില്ല. നിന്റെ പപ്പയുടെ കാണാതായ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവരുടെ മോളാ ഈ നിൽക്കുന്ന നിഹാര എന്ന് പറയുന്നത്. അത് പോരാഞ്ഞിട്ട് അവർ ഈ അടുത്ത ഒന്നും കൂടി എന്താ പറയുക, കുറേ വർഷങ്ങൾക്ക് ശേഷം മീറ്റ് ചെയ്തത്. എന്നോട് പ്രത്യേകം പറഞ്ഞത് ഇൻ്റർവ്യൂ പോലും ചെയ്യേണ്ട ആ കുട്ടിയെ ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈ ഫ്രണ്ടിൻ്റെ കാര്യം എനിക്കറിയത്തില്ല, അതായത് ഈ എന്താ പറയുക ക്ലാരയുടെ കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ നിഹാരുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് നിൻ്റെ പപ്പ ഒരിക്കലും ഇവളെ ക്വിറ്റ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ല. പിന്നെ നിനക്ക് അത്രയും ഇവർ രണ്ടുപേരെയും നിന്നോട് എന്തായാലും നിനക്ക് നടന്ന കാര്യമൊക്കെ നീനോട് വിളിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഇവർക്ക് എന്തെങ്കിലും ഒരു ക്ലീനിങ് ഡ്യൂട്ടിയെങ്കിലും കൊടുക്കുന്നത് അത് നമ്മുടെ ഒരു മര്യാദ അല്ലേ? ഓ, അപ്പോൾ നിങ്ങളെന്താ പറഞ്ഞു വരുന്നത്? ഇവിടെ തുടച്ചും മടിച്ചു വാരും വൃത്തിയാക്കിയിട്ടും ഇവിടെ നിൽക്കാനാണോ? ഓക്കെ, കുഴപ്പമില്ല. വില്യംസ് ഉണ്ടല്ലോ, അതായത് വില്യംസ് അങ്കിള്, ഞാനേ ഡയറക്റ്റായിട്ട് വിളിച്ചോളാം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്?
എൻ്റെ ഡ്രസ്സിൽ ചളിയായപ്പോൾ ഞാൻ അതിന് നഷ്ടപരിഹാരം ചോദിച്ചു. കാരണം ഞാനൊരു ഇൻ്റർവ്യൂവിന് വരുന്നതല്ലേ. അല്ലെങ്കിൽ തന്നെ ഓക്കെ, ഇനിയിപ്പോൾ ചളിയുള്ള ഡ്രസ്സിനാണ് ഞാൻ ഇവിടെ ഇൻ്റർവ്യൂവിൽ വരുന്നതെന്ന് വെച്ചോ. ഈ എൻ്റെ മേത്ത് കാറിൽ സ്പീഡിൽ പോയിട്ട് ചളിയാക്കിയ ആളിനോട് ഞാൻ സാറേടാ കുഴപ്പമില്ല, ഞാൻ ഈ വേഷത്തിൽ ഇൻ്റർവ്യൂവിന് പോയിക്കോളാം, അതൊന്നും കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു മാനേഴ്സ് ഇല്ലാതെ, ഒരു എന്താ പറയുക, പെർഫെക്ഷൻ കീപ്പ് ചെയ്യാതെ. നിങ്ങൾ പറഞ്ഞല്ലോ ഈ പഞ്ച്വാലിറ്റി എനിക്ക് എവിടെ നഷ്ടപ്പെട്ടത്? ഇതാ നിങ്ങളുടെ ഈ ബോസ് കാരണം. ഓക്കെ, ബിഹേവിയറിന് എന്താ തെറ്റ്? എൻ്റെ മേത്ത് ചളിയായപ്പോൾ ഞാനത് ചോദിച്ചു. എടാ അതൊരു തെറ്റാണോ? ശരി, അതൊക്കെ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ തെറ്റാണെങ്കിൽ ഞാൻ സോറി പറയാം. ആൻഡ് ക്ലീനിങ് ഡ്യൂട്ടി എനിക്ക് പറ്റത്തില്ല. ഇത് ഞാൻ ചെയ്ത് തെറ്റാണോ അല്ലോന്ന് ഡയറക്റ്റ് ഞാൻ സാറിനെ വിളിച്ച് ചോദിച്ചോളാം, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഞാൻ കാരണം എൻ്റെ ഫ്രണ്ടിനെ ഇവിടെ നിന്ന് ഒഴിവാക്കരുത്. അവൾക്ക് അത്യാവശ്യം ടൈറ്റായിട്ടുള്ളൊരു ഫാമിലിയാണ്. ഞാൻ കാരണം എൻ്റെ ഫ്രണ്ടിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ അതെനിക്കൊട്ട് സഹിക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ഞാൻ ഒഴിഞ്ഞു തരാം. ഓക്കെ, നിങ്ങളുടെ ഈ എച്ചിൽ പണിയൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നതും അല്ല. ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും, എന്നിട്ട് ജോലി പറഞ്ഞു കൊടുക്കും. ഫയലിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടാൽ ഐ വിൽ ഫയർ. ഓക്കെ, ഗെറ്റ് ഔട്ട്. എന്ത് രസമാടി ബോസിനെ കാണാൻ. ചുമ്മാതല്ല നിനക്ക് പെട്ടെന്ന് ക്രഷ് അടിച്ചത്. എടി നീട്ടിക്കൊണ്ടോണ്ട പറഞ്ഞോ, കാരണം ഇവിടെ നല്ല ലുക്കുള്ള പെമ്പിള്ളാരുണ്ട്. പിന്നെ ഒരെണ്ണം പുതുത് വന്നിട്ടുണ്ടല്ലോ, അവളെ കാണാൻ ഒടുക്കത്തെ ലുക്കാടി. നമ്മളൊന്നും അവളുടെ അടുത്ത് എത്തത്തില്ല. അതുകൊണ്ട് നീ പെട്ടെന്ന് പോയിട്ട് ആ കൊമ്പത്ത് പിടിക്കുന്നതാ നല്ലത്. അവളതാ വരുന്നു. അതാണോ ലുക്ക്? വെറും നാട്ടും പുറത്തൊരു പെൺകുട്ടി. ഐ ഡോണ്ട് ഫീൽ അവൾ പ്രിട്ടിയാണെന്ന്. എൻ്റെ അത്രയും. എൻ്റെ ബോഡി നോക്കൂ, എന്ത് നല്ല ഷേപ്പാണ്. ആൻഡ് ഫേസ് നോക്കൂ, എന്ത് ബ്യൂട്ടിയാണ്. നാച്ചുറലായിട്ട് ഒരു പിമ്പിൾസ് പോലും ഇല്ലാതെ. അതൊക്കെ പ്ലാസ്റ്റിക് സർജറി ആയിരിക്കും മേ ബി. ആരുടെ നിന്റെ പ്ലാസ്റ്റിക് സർജറി? സ്വന്തം മുഖം പോയി നോക്ക്, കണ്ടാലറിയാം. കണ്ട ക്രീമും മാങ്ങാൻ്റെ ഒക്കെ തേച്ചിട്ട് വെളുപ്പിച്ചതാണെന്ന്. ഒന്നില്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കും. എൻ്റെ മുഖേ പ്യൂറാണ്. ഞാൻ ഇതുവരായിട്ട് എൻ്റെ മുഖത്തൊരു ക്രീം പോലും വരട്ടിയിട്ടില്ല. എന്തിന് ഫേസ് പാക്ക് പോലും ഇടാനില്ല. പൗഡർ പോലും ഇടാതെ ഞാൻ വരുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ, പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ. എന്തായാലും ഇങ്ങനെ ലുക്ക് എന്ന് വെച്ചിട്ട് ഇത്ര അസൂയൊന്നും പാടില്ല, കേട്ടല്ലോ. നീ തന്നെയാ പ്ലാസ്റ്റിക് സർജറി. നിനക്ക് വന്ന പാട് സാറിൻ്റെ വായത്തത് മൊത്തം കിട്ടി. എന്താടി പോവാനായില്ലേ? എന്താ പറയുക, വില്യം സാറിൻ്റെ കെയർ ഓഫിൽ കയറിയതാണല്ലോ, അല്ലാണ്ട് ഞങ്ങളെപ്പോലെ കഷ്ടപ്പെട്ടിട്ട് ഇവിടെ എത്തിയതല്ലല്ലോ. വിദ്യാഭ്യാസം പഠിപ്പൊന്നും ഇല്ലാതെ ഇങ്ങനെ ആരുടെങ്കിലും കെയർ ഓഫിൽ ജോലി കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഞങ്ങൾ പഠിച്ചതൊക്കെ എന്താ പുകയാണോ? എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെപ്പോലെ പൊട്ടിയല്ല, കേട്ടല്ലോ. നീ ജോലിക്കല്ലേ വന്നത്, അല്ലാണ്ട് ഫാഷൻ പരിപാടിയിലൊന്നും അല്ലല്ലോ. എന്തൊക്കെയായാലും എന്നെ പോലെ നാച്ചുറൽ ആയിട്ട് ഒരാൾ ഇവിടെ ഉണ്ടോ? നീ പറ. എൻ്റെ ഫ്രണ്ടുണ്ട്, കുഴപ്പമില്ല, അവൾ പൗഡർ എങ്കിലും ഇടും. നീ പൊട്ടിയിട്ട് ലിപ്സ്റ്റിക് ഇട്ട് ഫാഷൻ ഷോ വന്ന പോലെയാ. പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം, ഞാൻ നല്ല പോലെ പഠിച്ച് നല്ല റാങ്ക് വാങ്ങിയിട്ടുണ്ടടി. പക്ഷെ ജാതിയുടെ പേരിലേ പറയുന്നില്ല. ഞാനും അധികം ആൾക്കാരും എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് എനിക്ക് പറ്റിയ പ്രശ്നം. നിന്നെപ്പോലെ നല്ല പൈസക്കാരായ അമ്മയുടെ അച്ഛൻ്റെ വയലിൽ പിറന്നാലേ ഇങ്ങനെ ജോലി കിട്ടുമെന്ന് ഇവിടെ ആരും എഴുതി വെച്ചിട്ടൊന്നുമില്ല. എനിക്ക് ജോലി കിട്ടിയത് എൻ്റെ ഭാഗ്യം, ദൈവം എനിക്കായിട്ട് കൊണ്ടു തന്ന ഭാഗ്യം. എൻ്റെ അച്ഛൻ്റെ കാണാതായ പോയ ഫ്രണ്ടിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭാഗ്യം വന്നതേ അത് എൻ്റെ കഴിവുകേട് കൊണ്ടല്ല, ദൈവം എന്നെ കൈവിടാത്തത് കൊണ്ടാണ്. കാരണം എനിക്ക് അത്രയും പഠിച്ച് ഞാൻ എത്ര റാങ്ക് കിട്ടിയിട്ടും എനിക്ക് എൻ്റെ ജാതിയുടെ പ്രശ്നത്തിൽ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലത്തെ അവസ്ഥ, വീട്ടുകാരുടെ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമാണ് എനിക്ക് ഇവിടെയും ജോലി കിട്ടാത്തത്. ഇതും കൂടി പോയാൽ മരിക്കണമെന്ന് പറഞ്ഞിട്ട് നിന്നതാ. നിനക്കൊന്നും ഇതിൻ്റെ ഒന്നും വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ലടി. നീയൊക്കെ ഏത് സമയം പൊട്ടി അടിച്ച് ഇവിടെ വന്നിരിക്കുകയല്ലേ. അല്ലെങ്കിൽ തന്നെ എന്നെ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ നിനക്കെന്ത് അവകാശമുള്ളത്? എൻ്റെ വായുന്നത് കേട്ടാൽ നീ എൻ്റെ അട്ടപ്പൂരി പോ, പറഞ്ഞില്ലെന്ന് വേണ്ട. സ്റ്റുപ്പിഡ്സ്. എന്തിനാ എനിക്ക് ഇത്ര ഇരട്ടിപ്പണി തരാൻ വേണ്ടിയിട്ട്? എൻ്റെ ചെവിക്കൊരു സുഖമില്ലല്ലോ. ഇവിടെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പോലും പറ്റത്തില്ലല്ലോ നിങ്ങളെ കൊണ്ട്. നീയൊക്കെ ഇവിടെ എന്തിനാടി ഇപ്പോൾ കെട്ടി എഴുന്നള്ളിക്കൊണ്ട് വന്നത്? വെറുതെ എൻ്റെ പപ്പ നിൻ്റെ പപ്പയെ കണ്ടുമുട്ടിയത് തന്നെ അപ്പോൾ തുടങ്ങി എൻ്റെ അവശകുഞ്ഞം. ഞാൻ എൻ്റെ പപ്പയുടെ പോലെ. എൻ്റെ പപ്പ ഈ കുറഞ്ഞ ആൾക്കാരെയും കൂടിയ ആൾക്കാരെയും അങ്ങനെ വേർതിരിച്ച് കണ്ടിട്ടില്ല. മനുഷ്യനായിട്ടേ കണ്ടിട്ടുള്ളൂ. പിന്നെ നിന്നെ എന്തായാലും നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നിൻ്റെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ അങ്ങനെ ജഡ്ജ് ചെയ്യില്ല. നിൻ്റെ വായിനെ, അതായത് നിൻ്റെ വാനെ നീ നിയന്ത്രിച്ച് വെച്ചാൽ അത് നിൻ്റെ ഭാവിക്ക് നല്ലത്. അല്ലെങ്കിൽ മോളിവിടുന്ന് ഫയർ ആക്കപ്പെടും. വന്ന് കയറിയില്ല,
അപ്പോൾ തുടങ്ങി ഇവിടെ ജോലി ചെയ്തിരിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികളുടെ മെക്കോട്ട് കയറാൻ വേണ്ടിയിട്ട്. എൻ്റെ ക്യാബിനുള്ളിൽ വരാൻ നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കണം കേട്ടല്ലോ. എനിക്കിങ്ങനെ ആരെ കണി കാണുന്നത് ഇഷ്ടമല്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നീ സൂസിയല്ലേ, നിൻ്റെ പ്രൊജക്റ്റും പിന്നെ നിൻ്റെ ഫയലൊക്കെ നീ ചെക്ക് ചെയ്ത ഫയലൊക്കെ ഞാൻ നോക്കി. എല്ലാത്തിലും ഒരു ഇംപെർഫെക്ഷൻ ഉണ്ട്, ഒന്നിലൊരു പെർഫെക്ഷൻ ഇല്ല. ഓക്കെ, അതുകൊണ്ട് ഒന്നുകൂടി ക്ലിയർ ആക്കണം. ഇത് ആവർത്തിക്കരുതിന്. ഗെറ്റ് ഔട്ട്. ജെയിംസ്, ഞാൻ നിന്റെ മുറപ്പെണ്ണാണ്. എന്നോട് കുറച്ച് സോഫ്റ്റായൊക്കെ സംസാരിക്കാം. അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്നോട് എന്താ തെറ്റ് ചെയ്തിട്ടാതാ? നിന്റെ കൂടെ എപ്പോഴും നിഴൽ പോലെ ഉണ്ടായ എന്നെ നിനക്ക് ഓർമ്മയില്ലേ? എന്തായാലും എന്താ ഓർമ്മയുണ്ടാകത്തില്ലല്ലോ. ഇങ്ങനെയുള്ള വലിയ പദവിയൊക്കെ കിട്ടിയാൽ നമ്മളൊക്കെ മറക്കുമല്ലോ. വൈദവായി ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോൾവ് ആക്കിയിട്ട് ഇപ്പം തന്നെ വരാം. മുറപ്പെണ്ണൊക്കെ അങ്ങ് വീട്ടിൽ മതി. ഇവിടെ അങ്ങനെ അത്ര മുറപ്പെണ്ണ് ചമയാനൊന്നും നിൽക്കണ്ട. നീ എൻ്റെ പപ്പയെ കുറേ മയക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിന്? ഞാൻ പപ്പയെ അല്ല, ഞാനേ അങ്ങളുടെ പെങ്ങളുടെ മോളല്ലേ. എനിക്ക് അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. പ്രൊമോഷൻ തന്നൂടെ? നിൻ്റെ പ്രൊമോഷനെ അങ്ങ് 2 ഇരട്ടിയായിട്ട് ഞാൻ കുറക്കട്ടെ? നിന്നെ പറ്റിയുള്ളതൊക്കെ എന്നോട് ഇവിടെ ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്കിവിടെ ഒരു ചാരപ്പണി ചെയ്യാനും ഒരാളുള്ള കാര്യം നീ മറക്കണ്ട. അതാരെന്നൊന്നും ഞാൻ പറയത്തില്ല. സോ എനിക്കിവിടെ ഉള്ള എല്ലാവരുടെ ക്യാരക്ടറും പച്ചവെള്ളം പോലെ അറിയാം. അതൊക്കെ പഠിച്ച് ഞാൻ വന്നത്. സോ മോളിവിടെ വെറുതെ മുറപ്പെണ്ണ് ചമയാൻ നിൽക്കണ്ട. ഉള്ളത് കൊണ്ടുവരും ഇവിടെ പൊറുതി കൊണ്ട് നിൽക്കാം. അതിൻ്റെ ഇടയിൽ ഓരോ മാരണങ്ങൾ. എന്താ എത്ര ലേറ്റ് ആയത്? ഇങ്ങനെ ലേറ്റായിട്ട് വരുവാണെങ്കിലേ സാറിന് നല്ല പോലെ കലി അളകും. പോരാത്തതിനും ഫയർ ചെയ്യും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇന്നലെ എന്താ ഒരുപാട് ലേറ്റായിട്ട് വന്നത്? അതിൻ്റെ റീസൺ അങ്ങനെയാണെന്ന് വിചാരിക്കട്ടെ. ഇന്നത്തെ എന്താ ഇത്ര ലേറ്റായിട്ട് വന്നത്? ശരി, സാറിനെ കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നിന്നോട്. പ്രത്യേകിച്ച് ലേറ്റായിട്ട് വരുന്ന എല്ലാവരും സാറിനെ കണ്ട് എക്സ്ക്യൂസ് ചെയ്യണം. ശരി എന്നാ. സോറി, ഇനി ലേറ്റ് ആവില്ല. പെർമിഷൻ പോലും ചോദിക്കാതെ എൻ്റെ ക്യാബിനിലോട്ട് കയറി വന്നിട്ട് എൻ്റെ അടുത്ത് തന്നെ സോറി പറയുന്നത്? യു ക്യാൻ ആസ്ക് പെർമിഷൻ ടു മീ. അത് നിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇങ്ങനെയുള്ള കുറേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. വാട്ടവർ, ഇത്ര ലേറ്റ് ആവാൻ തനിക്ക് എന്ത് മലയുടെ പണിയാണ് അവിടെ ഉള്ളത്? ഓക്കെ ശരി, ഞാനൊന്നും പറയുന്നില്ല. ഇനി പറഞ്ഞാലേ ഞാൻ അങ്കിളിനെ വിളിക്കും. അതായിരിക്കല്ലേ വർത്താനം. കേട്ട് മടുത്തു, അതുകൊണ്ടാണ്. ശരി, ജോലിക്ക് പോ. ഇന്ന് തന്നെ ഞാൻ തന്നിരിക്കുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാലേ ബാക്കി അപ്പം. എക്സ്ക്യൂസ് മീ. സോറി, അറിയാതെ സോറി. യൂസ്ലെസ് ഫെല്ലോ. ഞാൻ പോകുന്നു ജെയിംസ്. ഞാനിവിടെ വാക്ക് വെച്ചോളാം. ശരിയെന്നാ. എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. എന്നെ യൂസ്ലെസ് ആയിട്ട് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ ഒച്ചത്തിൽ പറ. സ്വന്തമായിട്ട് കേട്ടിട്ട് എന്തിനാണോ തൃപ്തി അടങ്ങുന്നത്? നോക്ക്, സോറി പറഞ്ഞു. അത് കഴിഞ്ഞ് തനിക്ക് എന്നെ ഒന്നും പറയാനുള്ള അവകാശമില്ല. അതിന് താൻ ഏത് വലിയ കൊമ്പത്തുള്ള ആളാണെങ്കിലും. ഓക്കെ? നിനക്ക് എന്നാന്നറിയോ ഇവിടെ ജോലി കിട്ടാത്തത്? നിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നറിയോ? നിന്റെ പപ്പയുടെ എവിടെ പോയാലും മടി, വഴക്ക്, കള്ളുകുടി, കഞ്ചാവ്, ഇതൊക്കെ തന്നെയല്ലേ? അപ്പോൾ എങ്ങനെയാ അവരുടെ മോൾക്ക് ജോലി കിട്ടാം? 10 ഗുണം 10 ഗുണം. നിനക്കും കഞ്ചാവ് കൃഷിയില്ലാന്ന് ആരറിഞ്ഞു? എല്ലാം പോട്ടെ. എടോ, ഫസ്റ്റേ നീ നിന്റെ വാ നിയന്ത്രിക്കണം. നീ ആരോട് എന്ത് സംസാരിക്കണം, എന്ത് സാഹചര്യം, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ കാരണം നിന്റെ തല പോകുന്നവരെ നീ ചിന്തിക്കണം. അല്ലാതെ എടുത്തടിച്ച് നിന്റെ അച്ഛൻ്റെ സ്വഭാവം ഇവിടെ കാണിക്കാൻ നിൽക്കണ്ട. തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവളെ ഞാൻ ചീത്ത പറഞ്ഞു. സങ്കടമായപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചതാണ്. ആൻഡ് അത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോളാണ്. സോ അവൾക്ക്
അതിനുള്ള റൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഞാൻ അവളുടെ ബ്രദറായിട്ട് വരും. സോ ഐ നീഡ് ടു കെയർ ഹെർ. എൻ്റെ വായിൽ നിന്ന് ഈ ഓഫീസ് ടൈമിൽ ബാഡായിട്ട് പലതും വരും, ഇൻസൾട്ട് ചെയ്യും. അത് കൂടുതലായപ്പോൾ അവൾക്ക് ഹേർട്ടായി. മൈ മിസ്റ്റേക്ക്. പിന്നെ അവൾ പറഞ്ഞത് നിനക്ക് ഹേർട്ടായെന്നും എനിക്കറിയാം. സോ അതിന് സോറി ഒന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അവളോട് ഞാനത് സംസാരിച്ചോളാം. നിയന്ത്രിക്കാനും പറയാം അവളെ. പോയിക്കോളൂ. തൻ്റെ ഇന്നത്തെ വർക്ക് ഇത്ര മതി. വീട്ടിൽ പൊക്കോ. ഇനിയോടെ നിന്നാൽ ശരിയാകത്തില്ല. പിന്നെ സൂക്ഷിച്ച് പോയിക്കോ. ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ പോയിട്ട് ലാസ്റ്റും ഓരോ അപകടം വരുത്തി വെക്കണ്ട. പാവപ്പെട്ട കുടുംബം, ബാഡ് ബാക്ക്ഗ്രൗണ്ട്. അതെ, അതുകൊണ്ട് ഞാനൊക്കെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് തട്ടിക്കളിക്കാനുള്ളതാണല്ലോ. എനിക്കിവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ വില പോലും. ഓക്കെ, എനിക്ക് എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാവും. ഞാൻ സൂക്ഷിച്ചോളാം. താങ്ക് യു. എന്താ ചെയ്യുന്നത് സാർ? നീ ഒന്ന് അവിടെ നിൽക്ക്. എടി, നീ കൊടുത്തായിരുന്നോ? 1 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ എഫക്റ്റ് അറിയാം. ഞാൻ പറഞ്ഞ കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞാൽ സാറിൻ്റെ ക്യാബിനിൽ പോകണമെന്ന്. സാറ് നിനക്കൊരു കുട്ടീനെ തന്നെ ഫ്രീ ആയിട്ട് തരും. അത്രയും കുഴപ്പമുള്ള ഈ പറഞ്ഞ കാമപ്രാന്താവുന്നൊരു മരുന്നാണ് അത്. കുഴപ്പമൊന്നുമില്ല. 1 മണിക്കൂറായോ? എടി, ഞാൻ 2 മണിക്ക് കൊടുത്തായിരുന്നു. ഇപ്പം 4 മണിയായി. അതായത് 2 മണിക്കൂറായി. പക്ഷേ ഇപ്പം തന്നെ ഞാൻ സാറിൻ്റെ ക്യാബിനിലോട്ട് പോട്ടെ, അല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ഇപ്പോഴാകുമ്പോൾ അത്യാവശ്യം എല്ലാവരും പോയിട്ടുമുണ്ട്. ഭഗവാനെ, 2 മണിക്കൂറോ? 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ അതിൻ്റെ എഫക്റ്റ് ആവുക. ബാക്കി 1 മണിക്കൂർ അത് ഷിറ്റ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഓ മൈ ഗോഡ്, ഇനി ഇവളോട് ഞാനിത് എങ്ങനെയാ പറയാ? അയ്യോ ചാച്ചാ. നിഹാര, എന്താ പറ്റിയത്? എന്തിനിങ്ങനെ കരയുന്നേ? വലിയ മകളുടെ മകനില്ലേ, അയാളെന്നെ എൻ്റെ അനുവാദമില്ലാതെ എന്നെ എന്നെ നീ എന്നെ ഇങ്ങനെ ടെൻഷനാക്കല്ലേ, കാര്യം പറ. എന്നെ റേപ്പ് ചെയ്തു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ ഇങ്ങനെ ഒരാളല്ല. മോള് ജോലിക്ക് പോകണ്ടേ? ഇവിടെ ഇരിക്കുക. ഞാന് ഒന്ന് വില്യം സാറിനെ കാണണ്ടേ? അല്ല, നിന്റെ ഒപ്പരം പോയി കാണണ്ടേ? വരാം കേട്ടോ. ഇവിടെ ഇരിക്കുക. ഇവള് പിന്നെ എന്തിനാ ഈ ജോലിക്കൊക്കെ കിട്ടിക്കഴിഞ്ഞത്? 1 മാസമായിട്ട് കണ്ടിട്ട്. എന്തായാലും എന്തെങ്കിലും പറ്റിക്കണം. അങ്ങനെയാണല്ലോ, ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്താ ഇത്, എപ്പോഴും ഒരു ക്ഷീണം പോലെ. എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ നടന്നൊരു ഫീല്. ബട്ട് എന്തിലാവട്ടെ, ഞാനും കുറച്ച് ലീവ് എടുത്താലോ? ഒരു വയ്യായികൊക്കെ പോലെ. എൻ്റെ പെങ്ങൾ ഇനി ഇവിടെ ജോലിക്ക് വരത്തില്ല. എനിക്കിനി നിന്നോടും നിൻ്റെ അച്ഛനോടും ഒരുമിച്ച് സംസാരിക്കണം. മതിയാക്കണം ഈ നാടകമൊക്കെ. കണ്ടുപിടിച്ചില്ലേ? അപ്പോൾ ഇതൊക്കെ എനിക്ക് മതിയാക്കിയേ പറ്റൂ. സോ നാളെ എൻ്റെ വീട്ടിൽ നീയും വരണം, നിൻ്റെ അച്ഛനും വരണം. നിൻ്റെ അച്ഛനെ ഞാൻ മുന്നേ വിളിച്ച് പറഞ്ഞു. ആള് അപ്ലോഡാണല്ലോ. സോ കുറച്ച് ഡേ എടുക്കുമെന്ന് പറഞ്ഞു. 1 മാസം ഞാൻ വെയിറ്റാക്കി നാട്ടിലെത്തിയിട്ടുണ്ട്. മേ ബി നിന്നോട് പറഞ്ഞു കാണത്തില്ല. എന്തായാലും ഇന്ന് ഈവനിങ് എൻ്റെ വീട്ടിൽ തന്തയും മോനും വന്നോളാം. തനിക്കെന്താ റെസ്പെക്റ്റ് ചെയ്യാൻ അറിയത്തില്ലേ? നിന്നുള്ള റെസ്പെക്റ്റൊക്കെ പോയിട്ട് കാലം കുറേയായി. വൈകാതെ ഒരു വീട്ടിൽ താമസിക്കേണ്ടതല്ലേ? വേഗം വായോ. നിനക്കുള്ളത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തരുന്നതിനും കാട്ടി നല്ലതേ നിന്റെ കയ്യിലങ്ങ് വെച്ച് തരുന്നതാ.
ഈ മീറ്റപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ആക്കിയത്. യെസ്, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനായിരിക്കാം. പിന്നെ ഈ പറയുന്ന പോലെ ബാഡായിട്ടുള്ള പല ബാക്ക്ഗ്രൗണ്ട്സും എനിക്കുണ്ട് എന്ന് വെച്ചിട്ട് എൻ്റെ മക്കൾക്ക് അത് എഫക്റ്റ് ചെയ്യരുത്. അതല്ലാതെ നിങ്ങളോട് കുറേ സത്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. അതെ, അതൊരു ഒന്നൊന്നര സത്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് യു ഗൈസ് നീഡ് ടു ആക്സെപ്റ്റ് ഇറ്റ്. എനിക്ക് ഒരു വെടിക്കെട്ട് പൊട്ടിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് മതി ഈ സത്യം പറിച്ചിലൊക്കെ. എന്തായാലും ഞാൻ പറയാനുള്ളത് പറയാം. ഈ ജെയിംസിനെയും ഈ നിഹാരനെയും കല്യാണം കഴിപ്പിക്കണം. പറ്റില്ല. അച്ഛ, ഒരു മാസം മുന്നേ ഞാൻ ജോലിക്ക് പോയപ്പോൾ എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു. അത് ഈവനിങ് കാണിക്കാമെന്ന് വെച്ച് പോയതായിരുന്നു സാറിൻ്റെ ക്യാബിനിൽ. പക്ഷേ സാറപ്പോൾ എന്നോട് ഒരുമാതിരി ബിഹേവ് ചെയ്തു. ഫസ്റ്റ് എൻ്റെ പെർമിഷൻ പോലും അത് കിസ് ചെയ്തു. അതിനുശേഷം സാറിൻ്റെ പേഴ്സണലായിട്ടുള്ള അവിടെ ഒരു റൂമുണ്ടല്ലോ, അവിടെ എന്നെ കൊണ്ടുപോയിട്ട് എന്നെ നല്ലപോലെ റേപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ അവിടെ പോവാത്തത് ജോലിക്ക്. എനിക്കറിയില്ല എന്താ സാറ് പെട്ടെന്ന് അങ്ങനെ ബിഹേവ് ചെയ്തതെന്ന്. ബട്ട് ഐ എം ഡാം ഷുവർ ഇത് വേറെ ആരുടെ പണിയാ. സാറിന് എന്തോ മരുന്ന് അല്ലെങ്കിൽ എന്തോ പോയസൺ കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്നും അറിയത്തില്ല, ബട്ട് എനിക്കത് ഫീൽ ചെയ്തു. പക്ഷേ സാറ് സ്വബോധത്തിലല്ലായിരുന്നു. ഞാൻ സാറിനെ കുറ്റം പറയുന്നില്ല, പക്ഷേ ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണ്. പപ്പയ്ക്ക് എന്നെ നല്ലപോലെ അറിയാലോ. എനിക്കിങ്ങനെ ഒരു ഭ്രാന്തവും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എപ്പോഴും ഞാൻ കിട്ടിയേനെ. പറ പപ്പ, എനിക്കിങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് ആരോടും ഒരു പ്രശ്നവും. ഞാനപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു കാര്യം പോലും ഇല്ല. നിഹാര പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് CCTV ദൃശ്യം. അതിൽ എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ഭാഗത്തും ഒരു തെറ്റുമില്ല. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 2 പെൺകുട്ടികളുണ്ട്. അതിൽ ഒരു കുട്ടിക്ക് ഇവനോട് പ്രണയമുണ്ട്. അതിൽ മറ്റൊരു കുട്ടിയാണ് ഒരു മരുന്ന് അവൻ കുടിക്കുന്ന ഡ്രിങ്ക്സിൽ കലക്കി കൊടുത്തത്. അതിനുശേഷം എന്തോ ടൈം ഡ്യൂറേഷനൊക്കെ ഉണ്ട്. ബട്ട് ഇവളാണ് ഡയറക്റ്റ് ആ ടൈമിൽ അവൻ്റെ അടുത്തുണ്ടായത്. ഇവളുടെ പകരം വേറെ ഏത് പെണ്ണാണെങ്കിലും അവൻ ബോധമില്ലാതെ ചെയ്യും. പക്ഷേ വിധി അത് ഇതായിരിക്കാം. ബട്ട് എൻ്റെ സുഹൃത്ത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, ശരിയാണ്, പക്ഷെ സ്വബോധത്തിലല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയത്. അവളിപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയായിരുന്നു. എന്നോടെല്ലാം പറഞ്ഞപ്പോഴാണ് ഞാൻ CCTV ഒക്കെ പരിശോധിച്ചത്. അപ്പോൾ അവരുടെ ടോക്ക് കേട്ടു. പിന്നെ ഞാൻ അവരോട് നേരിട്ട് ചോദിച്ചപ്പോഴും കാര്യം സമ്മതിച്ചു. ഇനിയിപ്പോൾ ഇവരെ 2 പേരെയും വിവാഹം കഴിപ്പിക്കാതെ വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ജയചന്ദ്ര, സോറി, എല്ലാം ഇവൻ്റെ തെറ്റ് തന്നെ. എന്തായാലും നമ്മൾ പണ്ടേ ഇവർ 2 പേരെയും തമ്മിൽ കെട്ടിക്കണം എന്ന് തന്നെയല്ലേ ആഗ്രഹിച്ചത്. നമ്മൾ തമ്മിൽ പിരിയാതിരിക്കാൻ നമ്മൾ പൊട്ടപ്പുതിക്ക് കുട്ടികളെ വരെ മാറ്റിയില്ലേടാ. അതൊന്നും മക്കളോട് പറഞ്ഞില്ലല്ലോ. ഞാനും വില്യംസും കുഞ്ഞുനാൾ തൊട്ടേ ഒരുമിച്ച് കളിച്ച് വളർന്ന് ഞങ്ങൾ സോളിമേറ്റ്സ് ആയിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ പിരിയെന്നൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങളുടെ 2 പേരുടെ ബോണ്ടിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനുശേഷം വില്യംസിന് അബ്രോഡ് പോകാനൊരു ഓഫർ കിട്ടി അവൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് വഴി. അപ്പോൾ അവൻ പോകാമെന്ന് തീരുമാനിച്ചു. പക്ഷെ അവനിക്ക് എന്നെ വിട്ട് പോകാൻ മനസ്സിലായിരുന്നു. അപ്പോൾ ഞാനാണ് അവനെ നിർബന്ധിച്ചിട്ട് പറഞ്ഞാപ്പിച്ചതും അവിടെ പോയിട്ട് പഠിച്ചതും അവനിപ്പോൾ ഇത്ര നല്ല ജോലി കിട്ടിയതൊക്കെ. പക്ഷെ ഞാനിവിടെ എന്തായി? കഞ്ചാവ്, കള്ള് കുടിയൻ. മനുഷ്യനായ കള്ള് കുടിക്കും, കഞ്ചാവ് ഞാൻ ഉപയോഗിക്കാറ് പോലും ഇല്ല. എന്തൊക്കെ പേര് എനിക്ക് വന്നെന്നറിയോ? പൈസയുടെ പ്രതാപം കുറയും തോറും ആളുകൾ എന്നെ കുത്തി 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 എൻ്റെ മേലിൽ ഓരോ കുറ്റം എടുത്തിടാൻ തുടങ്ങി. നല്ലൊരു വക്കീലിനെ വെച്ചിട്ട് എനിക്ക് എൻ്റെ നേരെ
എന്താ പറയുക, എൻ്റെ നേരെ എനിക്ക് വേണ്ടി പറയാൻ ഒരാൾ പോലും അന്നേരം ഉണ്ടായിരുന്നില്ലായിരുന്നു. വില്യംസ് പോകുന്നതിന് മുമ്പേ എനിക്ക് തന്ന ഗിഫ്റ്റാണ് നിഹാര. അവനിക്ക് എൻ്റെ ഓർമ്മക്ക് ഞാൻ കൊടുത്തതാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ജെയിംസ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തതൊരു തെണ്ടിത്തരമായിരിക്കാം. മക്കളെ അങ്ങോട്ട് തമ്മിൽ മാറ്റിയത് ഞങ്ങൾ ഒരിക്കലും മരണം വരെ മറക്കില്ല എന്നും സ്വന്തം മക്കളെ കാണാൻ, അതായത് സ്വന്തം മക്കളെ കാണാൻ എന്തായാലും ഒരു അച്ഛനിക്ക് ആഗ്രഹം ഉണ്ടാവും, എന്തായാലും ഒരു അമ്മക്ക് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഞങ്ങളെ തേടി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതാണ്. ഞാൻ അവനെ തേടി ഒരിക്കലും എൻ്റെ മോളെ കാണാൻ പോകുന്നു, അവൻ എന്നെ തേടി വരുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ വില്യംസിന് ഒരു മോനും മോളും ആണുള്ളത്. ജെയിംസിനിപ്പോൾ ഒരു ഏട്ടനുണ്ടല്ലോ, അത് നിഹാരയുടെ സ്വന്തം ഏട്ടനാണ്. നിഹാര എൻ്റെ സ്വന്തം മോളല്ല, അത് വില്യംസിൻ്റെ സ്വന്തം മോളാണ്. പക്ഷെ അവൾ എനിക്ക് എൻ്റെ സ്വന്തം രക്തം തന്നെയാണ്. അതുപോലെ എൻ്റെ മോൻ ജെയിംസിനെയും വില്യംസ് പൊന്നുപോലെയാണ് നോക്കിയത്. അവൻ്റെ എല്ലാ അവകാശവും അധികാരവും എല്ലാം എൻ്റെ മോനിക്ക് കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ രണ്ട് മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തതാണ് ഞങ്ങൾ. ഒരിക്കലും ഒരു അച്ഛനും അമ്മ ഇങ്ങനെ ചെയ്യത്തില്ല. ഞങ്ങളുടെ ഭാര്യമാർക്ക് ആദ്യം സമ്മതമില്ലെങ്കിലും അവർക്ക് ഞങ്ങളെപ്പറ്റി, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എല്ലാം അറിയായിരുന്നു. എങ്ങനെയാണെങ്കിലും പൊന്നുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളെ നോക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് എന്തൊക്കെ നിങ്ങൾ ഞങ്ങളെപ്പറ്റി വിചാരിച്ചാലും കുഴപ്പമില്ല. എന്നോട് ക്ഷമിക്കണം മോളെ. എന്നോടൊരു വാക്ക് പറയാനില്ലേ? മെയിനായിട്ട് ഇതിന് ഞങ്ങൾ മുതിരാനൊരു ചെറിയ കാരണം കൂടിയുണ്ട്. കുഞ്ഞുനാൾ തൊട്ടേ മോൾക്ക് ഈ പണത്തിനോട് ഭയങ്കര ഭയങ്കര ആർത്തി, അല്ലെങ്കിൽ പണമുള്ളൊരു അധികാരം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇത് നല്ല ബെസ്റ്റ് ഓപ്ഷനാണെന്ന് വിചാരിച്ചു. പിന്നെ പേര്, മോളുടെ പേര് ഈ അച്ഛൻ തന്നെ ഇട്ടത്. പിന്നെ എൻ്റെ മോൻ്റെ പേരും വില്യംസാണ് ഇട്ടത്. അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടതാണ്. അതുകൊണ്ടാണ് പേരിൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ സ്വന്തം മക്കളല്ലേ ഞങ്ങളുടേത്. സോറി നിഹാര. എന്താ പറ, എനിക്കെന്താ ഇത്ര വിഷമം? ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി സ്കൂളിൽ പോകുമ്പോൾ ഒരു വലിയ കാറ് വന്നു. ആ കാറിനുള്ളിൽ ഏതോ ഒരു കുട്ടിയുണ്ട്, ഞങ്ങൾ സ്കൂളിൽ തന്നെ പഠിക്കുന്നത്. അവന് വന്ന പാടെ സ്പീഡിൽ വന്നിട്ട് ഞങ്ങളെ മേത്ത് ചളിയാക്കി. അപ്പം ഞാനേ എൻ്റെ കയ്യിലുണ്ടായ കല്ലെടുത്തിട്ട് കാറിൻ്റെ ബാക്കിലോട്ട് എറിഞ്ഞു കൊടുത്തു. അതിനുശേഷം ആ കാറിലുള്ള അവനും അവൻ്റെ അച്ഛനും വന്നിട്ട് എന്നെ കുറേ ചീത്ത പറഞ്ഞു. പക്ഷേ എനിക്ക് പുതിയ ഉടുപ്പ് വാങ്ങി തന്നു. നിന്റെ അമ്മേ കല്ലെടുത്ത് എറിയും എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, എറിഞ്ഞിട്ടില്ല. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. നീ അതിനും കാട്ടി വളഞ്ഞതാണല്ലോ. അതെന്താ? മോളൊന്നും ചെയ്യണ്ട. ഇനി അഥവാ സ്കൂളിൽ വെച്ച് ആ ചെക്കനെ കണ്ടാൽ മൈൻഡാക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. അതുമെന്താ? അഥവാ നിങ്ങൾ കണ്ട് ഇഷ്ടമായി എന്നിട്ട് നിങ്ങളെ കെട്ടി അത് കഴിഞ്ഞാലേ ആ ചെക്കനിക്ക് നീ ഒരു സ്വൈര്യം കൊടുക്കത്തില്ല. എന്താ പറയാ, അനുഭവം ഗുരു. അപ്പം ഞാനാണ് തൻ്റെ തലയിൽ കയറി നിരങ്ങുന്നത്. ഓക്കെ, എന്നാലേ ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത്തൊരു ബേബി ലെഗ് കൂടി കാണണമെന്ന്. അതെ, ആ പൊതി മനസ്സിൽ വെച്ചോ. എൻ്റെ പോപ്പോ. നീ പോടെ പട്ടി. പോപ്പോ ആ കിടക്കുന്ന പട്ടിയോട് ചോദിക്കുക. വണക്കം മക്കളെ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നവും ഒരു ലാഗ് അടിയൊക്കെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് പേഴ്സണലായിട്ട്. പിന്നെ എനിക്ക് ഇൻട്രോ ഉണ്ടാക്കണം, അതും എനിക്ക് ആവശ്യമുണ്ട്. പണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലിട്ട ഇൻട്രോ, ബട്ട് ഇപ്പോൾ അത് എന്താ പറയുക, കോപ്പിറൈറ്റ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് ഇടാൻ നിൽക്കാത്തത്. എന്തൊക്കെ പറഞ്ഞാലും ഇനി നമുക്ക് വീഡിയോ ഇട്ട് പൊളിക്കാം. ബൈ ബൈ.